പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ്. നമ്മളൊരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈ ഈക്വേഷൻ്റെ 2HI ഗീവ്സ് H2+I2 അതിന് റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതായിരുന്നു നിങ്ങൾക്ക് തന്നിരുന്ന ഹോംവർക്ക്. അപ്പോൾ ഈ ക്ലാസ് കാണുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് റേറ്റ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിനെ അപേക്ഷിച്ച് ആ എക്സാമ്പിളിനെ അപേക്ഷിച്ച് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഈ കോഎഫിഷ്യൻ്റ് ഇനി നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ അത് പവറായിട്ട് വരും, മൾട്ടിപ്ലൈ ചെയ്യുകയാണോ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ സംശയം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ PCl5 ഗീവ്സ് PCl3+Cl2 ഇവിടെ എല്ലാ കോഎഫിഷ്യൻറ്റും 1 ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കോംപ്ലിക്കേഷൻ ആയിരുന്നില്ല. റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് റിയാക്റ്റൻസിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതണം എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന് പ്രോഡക്ട്സ് PCl3 ആണ്, Cl2 ആണ്, രണ്ടിൻ്റെയും ടേംസിൽ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ പോസിറ്റീവ് അത് എഴുതേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് ടേമുകൾ തന്നെ 3 ടേമിലും നമുക്ക് റേറ്റ് എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് 2HI ഗീവ്സ് H2+I2 ഇതിൻ്റെ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ അതായത് നോക്കുക, ഇവിടെ 2 ഹൈഡ്രജനായിട്ട് മോളിക്യൂള് ഡിസപ്പിയർ ചെയ്യുമ്പോൾ, ഡീകമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ മാത്രമാണ് അപ്പിയർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഒരു അയഡിൻ മാത്രമാണ് ഇവിടെ അപ്പിയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈഡ്രജൻ്റെ അപ്പിയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അയഡിൻ അപ്പിയർ ചെയ്യുന്നതിൻ്റെക്കാൾ ഇരട്ടിയാണെന്ന് പറയാം. അപ്പോൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ അയഡ് ഈസ് ട്വൈസ് ദി റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ ഓർ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് I2. അപ്പോൾ ഈക്വലൈസ് ചെയ്യണമെങ്കിൽ ഈക്വലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും? ഈ ടേമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ എല്ലാതിൻ്റെയും റേറ്റ് ഈക്വൽ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നോക്കുക. സിൻസ് ദി റേറ്റ് ഓഫ് കൺസപ്ഷൻ ഓഫ് HI ഈസ് ട്വൈസ്, രണ്ടിരട്ടിയാണ്. ഇതിന് ഒരെണ്ണം അപ്പിയർ ചെയ്യുമ്പോൾ 2 ഇവിടെ ഡിസപ്പിയർ ചെയ്യുക. HI ഈസ് ട്വൈസ് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് H2 ഓർ I2 ടു മേക്ക് ദം ഈക്വൽ. അപ്പോൾ ഈക്വൽ ആക്കണമെങ്കിൽ ഇതിൻ്റെ ഈ റേറ്റ് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് വേണം? ദ ടേം ഡെൽറ്റ HI ഈസ് ഡിവൈഡഡ് ബൈ 2, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ഓർഗനൈസ് എത്രയേ ഉള്ളൂ, ഏതെങ്കിലും കോഎഫിഷ്യൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് എഴുതാം റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ ടേംസ് ഓഫ് HI ചെയ്യുകയാണെങ്കിൽ മൈനസ് 1/2, ഈ 2 എന്നുള്ളത് 1/2 എഴുതണം, 1/2 ഇൻറ്റു ഡെൽറ്റ H ബൈ ഡെൽറ്റ T. ഇപ്പോൾ ഇത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് എഴുതണം. ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോഎഫിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതേണ്ട കാര്യമില്ല, ഡെൽറ്റ H2 ബൈ ഡെൽറ്റ T ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ I2 ഡിവൈഡ് ബൈ ഡെൽറ്റ T. അപ്പോൾ അത്ര മാത്രമാണ് ഇതിൽ വ്യത്യാസമുള്ളൂ. എന്തെങ്കിലും കോഎഫിഷ്യൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ആ ടേമിനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാൽ റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരികയാണ്, അത് നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. 5Br minus plus BrO3 minus plus 6H plus gives 3Br2 plus 3H2O. അപ്പോൾ ഇതാണ് ഈക്വേഷൻ. അപ്പോൾ ഇതിൽ നോക്കുക, റിയാക്റ്റൻസ് തന്നെ 3 ടേംസ് ഉണ്ട്, അതുപോലെ പ്രോഡക്ട്സ് 2 ടേം ഉണ്ട്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ ടേംസിലൊക്കെ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ ഇവിടെ 3 തരത്തിൽ നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. അല്ലെങ്കിലോ പ്രോഡക്റ്റ് 2 ഉണ്ട്, അപ്പോൾ 2 ടേംസിലും നമുക്ക് റേറ്റ് എക്സ്പ്രഷൻ എഴുതാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കോഎഫിഷ്യൻ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് എഴുതണം എന്ന് മാത്രം. അപ്പോൾ ആദ്യം നമുക്ക് റിയാക്റ്റൻസിൻ്റെ ടേംസിൽ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു, ഇതാണെങ്കിൽ എന്തായിരിക്കും 1/5 ഡെൽറ്റ BR ബൈ ഡെൽറ്റ T ആയിരിക്കും. റേറ്റ് ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു ഡെൽറ്റ BR മൈനസ് ബൈ ഡെൽറ്റ T. BR മോളാർ കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ കോഎഫിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് ഡെൽറ്റ BrO3 ബൈ ഡെൽറ്റ T ഈ ടേംസിൽ എഴുതുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ BrO3 ബൈ ഡെൽറ്റ T. ഇവിടെ മൈനസ് വേണം, കാരണം റിയാക്റ്റൻ്റ് ആണ്. ഈ ടേംസിൽ എഴുതുമ്പോൾ 1/6 വേണ്ടി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 ഡെൽറ്റ H ബൈ ഡെൽറ്റ T ഓർ ഇറ്റ് ഈസ് ഈക്വൽ. ഇനി പ്രോഡക്ട്സിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ അവിടെയും 3 ഉണ്ട്, അത് 1/3 വരും. ഇവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പോസിറ്റീവാണ് അത്. അപ്പം നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല എന്ന് മാത്രമേ ഉള്ളൂ. 1/3 ഡെൽറ്റ BR2 ബൈ ഡെൽറ്റ T ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3 മോളാർ കോൺസെൻട്രേഷൻ വെച്ചിട്ടുവോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. അപ്പോൾ ഇങ്ങനെ ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും ഇങ്ങനെ റേറ്റ് എക്സ്പ്രഷൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം.
വളരെ സിമ്പിളാണ്. ഇതിൽ കോഎഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഡിവൈഡ് ചെയ്തിട്ട് എഴുതണമെന്ന് മാത്രമാണ് നമ്മൾ ഓർക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് എഴുതി വയ്ക്കണം നോട്ട്സിൽ. അടുത്ത് നമുക്ക് അറിയേണ്ടത് യൂണിറ്റാണ്. ഒരു റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാ റിയാക്റ്റൻസിൻ്റെ ടൈംസിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നെഗറ്റീവ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. പ്രോഡക്റ്റിൻ്റെ ടൈമിലാണെങ്കിൽ എന്തായിരിക്കും ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അപ്പോൾ എന്തായാലും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂണിറ്റ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണോ അത് ഡിവൈഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്, ഇത്രയാണ് വരിക. അപ്പോൾ റിയാക്റ്റൻസ് മോളാർ കോൺസ്റ്റൻറ്റ് മോൾസ് പെർ ലിറ്ററിൽ പറയുകയാണെങ്കിൽ മോൾസ് പെർ ലിറ്റർ, ടൈം സെക്കൻഡിലാണെങ്കിൽ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് പറഞ്ഞ യൂണിറ്റിൽ പറയാം. ഇനി അപ്പോൾ റിയാക്റ്റൻസ് ഇനി ഗ്യാസ് ആണെങ്കിൽ നമുക്ക് പ്രഷറും പറയാം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ATM പറയാം, ബാർ പ്രഷറിൽ പറയാം എന്ന് തോന്നുന്നു. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇനി യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് ആർ കോൺസെൻട്രേഷൻ യൂണിറ്റ് ടൈം ഇൻവേഴ്സ് 1 ആയിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മോൾസ് പെർ ലിറ്ററിലും ടൈം നമ്മൾ സെക്കൻഡിലാണെങ്കിൽ വാട്ട് വിൽ ബി ദി യൂണിറ്റ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്യാഷ്യസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഗ്യാസ് ആണെങ്കിൽ നമുക്ക് മോൾസ് പെർ ലിറ്ററിന് പകരം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അത് ATM, ഇതിൻ്റെ യൂണിറ്റ് ATM സെക്കൻഡ് ഇൻവേഴ്സ് 1 എന്നും പറയാം. അപ്പോൾ യൂണിറ്റ് നമ്മൾ ഓർത്തിരിക്കണം. യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ റേറ്റ് എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ നമുക്ക് യൂണിറ്റ് നമുക്ക് എഴുതാവുന്നുള്ളൂ. ഇതിൻ്റെ യൂണിറ്റ് കോൺസെൻട്രേഷൻ യൂണിറ്റ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പലപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചത് ആവറേജ് റേറ്റ് ആണ്. അപ്പോൾ എന്താണ് ആവറേജ് റേറ്റ്, എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഡിറ്റർമിൻ ഇൻ ലാർജ് ടൈം ഇൻ്റർവെൽ ഈസ് കോൾഡ് ആവറേജ് റേറ്റ്. ലാർജ് ടൈം ഇൻ്റർവെല്ലിൽ വളരെ ടൈം ഇൻ്റർവെൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് 30 സെക്കൻഡിൻ്റെ ഇടവേളകളിൽ നമ്മൾ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റേറ്റിനെ പറയുന്നതാണ് ആവറേജ് റേറ്റ്. ദ റേറ്റ് ഡിറ്റർമിൻ ഇൻ ലാർജ് ടൈം ഇൻ്റർവെൽ. അപ്പോൾ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം ആർ ആവറേജ്. ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് AV എന്ന് എഴുതാം. ആവറേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ലാർജ് ടൈം ഇൻ്റർവെൽ എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഇനി ആ ടൈം ഇൻ്റർവെൽ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ സ്മോൾ ടൈം ഇൻ്റർവെൽ അല്ലെങ്കിൽ അറ്റ് ദ മൊമെൻറ്റിലാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റൻറ്റിലുള്ള അത് ഇപ്പോൾ നമ്മളിതൊരു ഇത് നമ്മൾ എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. PCl5 ഗീവ്സ് PCl3 + CL2ൻ്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഇതൊക്കെ വാസ്തവത്തിൽ റേറ്റ് നമ്മൾ നേരത്തെ എഴുതിയതൊക്കെ ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ ഉപയോഗിച്ച് എഴുതിയതൊക്കെ എല്ലാം ആവറേജ് റേറ്റാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് സ്മോൾ ടൈം ഇൻ്റർവെൽ ആണെങ്കിൽ ഡെൽറ്റ ടി അപ്രോച്ചസ് 0. ദാറ്റ് ഈസ് ദ റേറ്റ് ഡിറ്റർമിൻ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആ മൊമെൻറ്റിൽ ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ആ ഇൻസ്റ്റൻറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. വെൻ ദ ഡെൽറ്റ ടി അപ്രോച്ചസ് 0 then that rate is called instantaneous rate. ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈം എന്ന് പറഞ്ഞാൽ DT ആയിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും സ്മോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ. അപ്പോൾ ഡെൽറ്റ പോയിട്ട് D ആയിട്ട് മാറും, സ്മോൾ. അപ്പോൾ അതായത് ആർ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇനി ആർ ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുമ്പോൾ ഈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് DT ആയിട്ട് വരും, സ്മോൾ DT ആയിട്ട് വരും. അതുപോലെ ഇത് ലാർജ് ഇൻ്റർവെലിന് സ്മോൾ ചേഞ്ച് ആയിരിക്കും. ലാർജ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ എന്നുള്ളത് സ്മോൾ ചേഞ്ച് ആണ്, അതായത് DR എന്ന് പറഞ്ഞിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0, അത് ടെൻസ് ടു 0 ആണെങ്കിൽ നമുക്ക് എന്നെ എഴുതാം ആർ ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു മൈനസ് DR. ഈ ക്യാപിറ്റൽ ഡെൽറ്റ പോയിട്ട് ഇവിടെ D ആയിട്ട് മാറി. മൈനസ് DR ബൈ DT ദാറ്റ് ഈസ് ഈക്വൽ ടു DP ബൈ DT. അത് പ്രോഡക്റ്റിൻ്റെ ടേംസിലാണെങ്കിൽ ഇങ്ങനെ വരും, റിയാക്റ്റൻസിൻ്റെ ടേംസിലാണെങ്കിൽ ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും അതുപോലെ ആവറേജ് റേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതെങ്ങനെയാണ് മെഷർ ചെയ്യുക, അതെങ്ങനെ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒരു ഗ്രാഫിക്കലായിട്ട് നമുക്ക് പറയാം. അപ്പോൾ റേറ്റ് ഇൻസ്റ്റൻറ്റേനിയസ് ഇതിന് നമ്മൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൽ പറയുമ്പോൾ ഈ ഡെൽറ്റ ക്യാപിറ്റൽ ഡെൽറ്റ പോയിട്ട് D ആയിട്ട് മാറും. ക്യാപിറ്റൽ ഡെൽറ്റ ടി ലാർജ് ടൈം ഇൻ്റർവെൽ എന്നിട്ട് മാറും, സ്മോൾ ടൈം ഇൻ്റർവെലായിട്ട് മാറും DT, സ്മോൾ DT ആയിട്ട് മാറും. അത്ര മാത്രമാണ് ഇതിൽ നിന്നുള്ളത് വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയാം. ഇനി നമ്മൾ ഗ്രാഫിക്കലായിട്ട് ആവറേജ് റേറ്റും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും നമ്മളൊരു റിയാക്ഷൻ്റെ നമ്മൾ മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം.
അപ്പോൾ നമുക്ക് ആ ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ അത് തുടക്കത്തിൽ R0 ആയിരുന്നു, പിന്നെ അത് ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് ഗ്രാഫ് വരിക. ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, ഇങ്ങനെ കുറഞ്ഞു വരും. ഇതാണ് ഗ്രാഫ് കിട്ടിയത് നമുക്ക് പറയാം. ഇതിലേ ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് ടൈം ഇൻ്റർവെല്ലിൽ മെഷർ ചെയ്യുന്നതാണ്. അത് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ തുടക്കത്തിലുള്ള കോൺസെൻട്രേഷൻ R0 തുടക്കത്തിലുണ്ടായിരുന്നു, പിന്നെ അത് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ ഒരു ടൈം T1 എന്ന് പറഞ്ഞാൽ ഒരു 5 സെക്കൻഡ്, അതിലുള്ള കോൺസെൻട്രേഷൻ നമ്മൾ നോക്കുക. അതിനൊരു ലൈൻ വരച്ചാൽ മതി, പാരലായിട്ട് വരച്ച് കഴിഞ്ഞാൽ അവിടുത്തെ R1 കിട്ടും. ഇനി വേറൊരു ടൈമിൽ T2 ടൈമിൽ കോൺസെൻട്രേഷൻ നോക്കുക, അത് എത്രയായിരിക്കും, R2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ലാർജ് ടൈം ഇൻ്റർവെല്ലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഇസ് ദി ഇക്വേഷൻ? റേറ്റ്, ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി. ഈ ചേഞ്ച് ഡെൽറ്റ R ബൈ ലാർജ് ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ഇതായിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ മൈനസ് വേണം, കാരണം റേറ്റ് കോൺസെൻട്രേഷൻ ടേമിലായതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ചേർക്കണം. നമ്മൾ മാത്രമാണ് റേറ്റ് പോസിറ്റീവ് ആവുള്ളൂ. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഏതൊരു ടൈമിലായിക്കോട്ടെ, ഒരു 15ാമത്തെ സെക്കൻഡിൽ റേറ്റ് എത്രയാണ്, 20ാമത്തെ സെക്കൻഡിൽ റേറ്റ് എത്രയാണെന്ന് അറിയാം. ഇപ്പോൾ ഈ T ടൈമിലുള്ള റേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലൈൻ ആ ഗ്രാഫിലേക്ക് വരയ്ക്കുക, ആ കർവിലേക്ക് വരയ്ക്കുക, പെർപെൻഡിക്കുലറായിട്ട് ഇത് വരയ്ക്കുക. അത് എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. അതിന് കറക്റ്റായിട്ട് ടാൻജൻറ്റ് വരയ്ക്കുക. അതിൻ്റെ സ്ലോപ്പാണ് സ്മോൾ ടൈം ഇൻ്റർവെല്ലിലുള്ളതാണ്. അപ്പോൾ സ്മോൾ ചേഞ്ചിങ് കോൺസെൻട്രേഷൻ പെർ സ്മോൾ ചേഞ്ചിങ് ടൈം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഒരു സ്ലോപ്പ് വരയ്ക്കുക, അതിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പായിരിക്കും ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ സ്ലോപ്പ് കിട്ടാമെന്നാണെങ്കിൽ നമുക്കറിയാം dx ബൈ dt. dx എന്ന് പറഞ്ഞാൽ dr എന്ന് പറഞ്ഞാൽ സ്മോൾ ചേഞ്ചിങ് കോൺസെൻട്രേഷൻ dr. ഇവിടുത്തെ ഇത് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക, ഇത് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത്. ഏത് ടൈമിലാണോ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കേണ്ടത് അവിടേക്ക് നിങ്ങളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. അവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങളൊരു ടാൻജൻറ്റ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പ് കാണുക. അപ്പോൾ ഇങ്ങനെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാവുന്ന പോലെ ടാൻ തീറ്റ കണ്ടാൽ മതി, അല്ലെങ്കിൽ dx ബൈ dt കാണാം. അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റേനിയസ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ dx ബൈ dt. dx എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ചേഞ്ചിങ് കോൺസെൻട്രേഷൻ dr എന്ന് എഴുതിയാലും മതി. dr സ്മോൾ ചേഞ്ചിങ് കോൺസെൻട്രേഷൻ dr കണ്ടോ, അതാണ് ഇത് പറയുന്നത്. dr ബൈ dt സ്മോൾ ചേഞ്ചിങ് ടൈം എന്ന് പറയുന്നത് dr ബൈ dt. അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് മനസ്സിലായി. ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈമിൽ കോൺസെൻട്രേഷൻസ് മെഷർ ചെയ്തിട്ട് നമുക്കൊരു ഗ്രാഫ് കിട്ടും. അതിൽ ലാർജ് ടൈം ഇൻ്റർവെല്ലിൽ മെഷർ ചെയ്യുന്നതാണ് ആവറേജ് റേറ്റ്. അതേസമയം പർട്ടിക്കുലർ മൊമെൻറ്റിൽ മെഷർ ചെയ്യുന്ന റേറ്റിനെ പറയുന്നതാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് നമുക്ക് റിയാക്റ്റൻസിൻ്റെ ടേംസിൽ നമുക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെയാണ് പ്രോഡക്റ്റിൻ്റെ ടേംസിൽ നമുക്ക് ആവറേജ് റേറ്റും അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. പ്രോഡക്റ്റ് ആകുമ്പോൾ ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഡക്ട്സ് ആണ് എടുത്തിട്ടുള്ളത്, ഇവിടെ ടൈമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ടൈമിൽ നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ നോക്കുന്നു, അടുത്ത ടൈമിൽ നമ്മൾ പ്രോഡക്റ്റ് നോക്കുന്നു. ഇതാണ് ചേഞ്ചിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഇത് ചേഞ്ചിങ് ടൈം ആയിരിക്കും. ചേഞ്ചിങ് പ്രോഡക്റ്റ് ഡെൽറ്റ പി എന്ന് പറയുന്നത്. ഇവിടെ ലാർജ് ടൈം ഇൻ്റർവെല്ലാണ്, അതുകൊണ്ട് തന്നെ ആവറേജ് റേറ്റാണ് നമുക്ക് കിട്ടുന്നത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇവിടെ പോസിറ്റീവാണ്, കാരണം പ്രോഡക്ട്സ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ്, നെഗറ്റീവ് പാടില്ല. ഇതാണ് ആവറേജ് റേറ്റ്. ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റ് റേറ്റ് ഇടാനായിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുക. ഈ ടൈമിലാണ് വേണ്ടതെങ്കിൽ ഒരു ലൈൻ ഡ്രോ ചെയ്യുക. അവിടെ കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങളൊരു ടാൻജൻറ്റ് വരയ്ക്കുക, ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അതിന് ടാൻ തീറ്റ ആയിരിക്കും, അല്ലെങ്കിൽ dx ബൈ dt ആയിരിക്കും അവിടുത്തെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. dx ബൈ dt എന്തായിരിക്കും, dp ബൈ dt സ്മോൾ ചേഞ്ചിങ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ സ്മോൾ ചേഞ്ചിങ് ടൈം, സ്മോൾ ടൈം ഇൻ്റർവെൽ. ഇതാണ് ഇൻസ്റ്റൻറ്റ്. ഇനി നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് മാത്രമാണ് നമ്മൾ ഇനി തുടർന്ന് പറയുക. അപ്പോൾ dp ബൈ dt ആണ് നമ്മൾ ത്രൂ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് റേറ്റാണ് നമ്മൾ മെഷർ ചെയ്യുക. ആ പോയിന്റിൽ, ആ മൊമെൻറ്റിൽ, ആ ഇൻസ്റ്റൻറ്റിലുള്ള റേറ്റാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ മെഷർ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ് റേറ്റ് മെഷർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട്, റിയൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് 200 സെക്കൻഡ്, 400 സെക്കൻഡ്, 600 സെക്കൻഡ്, 800 സെക്കൻഡ്, അങ്ങനെ അതിൽ ഡിഫറെൻറ്റ് പോയിൻറ്റുകൾ കോൺസെൻട്രേഷൻ
മിഥൈൽ ക്ലോറൈഡ് അതിൻ്റെ കോൺസെൻട്രേഷൻസ് മെഷർ ചെയ്തിട്ട് പോയിന്റ് കിട്ടി, അങ്ങനെ ഗ്രാഫ് വരച്ചു. അതിൽ 600 സെക്കൻഡിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റേറ്റ് കിട്ടാനായിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തു. അവിടെ ടാൻജൻറ്റ് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കി അതിൻ്റെ സ്ലോപ്പായിരിക്കും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ഡി ദാറ്റ് ഈസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ഡി. ഡെൽറ്റ സ്റ്റാൻഡ്സ് ടു 0, ആർ ഇൻസ്റ്റൻറ്റേനിയസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ആർ ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് എക്സ്പെരിമെൻ്റലായിട്ട് മെഷർ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിളാണ്, ഒരു പ്രോബ്ലമാണ്, നിങ്ങളുടെ ബുക്കിലുള്ള ഒരു പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ആവറേജ് റേറ്റ് ഇക്വേഷൻ ആദ്യം എഴുതുക. ഇതിന് ഇക്വേഷൻ ഇതിന് നിങ്ങൾ ആവറേജ് റേറ്റ് നിങ്ങൾ എഴുതുക, ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് ടൈമൊക്കെ തന്നിട്ടുണ്ട്, അതിൽ ടൈമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. തന്നെ ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടും. നിങ്ങളുടെ വർക്ക് ഔട്ടാണ് നിങ്ങളുടെ NCERT ബുക്കിലെ. അതേപോലെ തന്നെ മറ്റൊരു പ്രോബ്ലം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഇതും നിങ്ങൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിയറി ആദ്യം കേൾക്കുക, തിയറി മനസ്സിലാക്കുക, അതിന് ശേഷം പ്രോബ്ലം ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ആൻസർ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്താണ്, ആവറേജ് റേറ്റ് എന്താണ്, അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നന്നായിട്ട് ആവർത്തിച്ച് കാണുക, പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.